ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരധ്യായം, അതാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഈ നിമിഷം ഏഴാറ്റുമുഖത്തെ ആ കാട്ടുകൊമ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മസ്തകത്തിൽ മുറിപ്പാടുമായി കേരള ജനതയുടെ മനസ്സിനെ നീറ്റിയ ആ കൊമ്പൻ എന്നേക്കുമായി നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ ഒരു അധ്യായം ഞങ്ങൾ അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്യുന്നതിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആന നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ അറിയുന്നത്. പക്ഷേ യാതൊരു മാറ്റവും വരുത്താതെ ആ അധ്യായം നിങ്ങൾക്ക് മുന്നിലേക്ക് അതേപടി ഞങ്ങൾ എത്തിക്കുകയാണ്. എന്തെന്നാൽ ആന ചരിയുന്നതിന് മുമ്പ് ഞങ്ങൾ തയ്യാറാക്കിയ ഈ ഒരു അധ്യായത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഒരു പ്രാധാന്യവും ഇപ്പോൾ ആന ചരിഞ്ഞു കഴിഞ്ഞ ഈ നിമിഷങ്ങളിലും ഇനി അങ്ങോട്ടുള്ള എല്ലാ നിമിഷങ്ങളിലും വരും കാലത്തേക്ക് എല്ലാ കാലത്തേക്കും അതിനേറെ പ്രസക്തിയുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഏഴാറ്റുമുഖത്തെ ആ തിരുമുറിവുമായി നമ്മെ വിട്ടുപിരിഞ്ഞ കാട്ടുകൊമ്പൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഒരു അധ്യായം സമർപ്പിക്കട്ടെ. വാഴച്ചാൽ ഏഴാറ്റുമുഖം മേഖലയിൽ മസ്തകത്തിലെ മുറിവുമായി നടന്നിരുന്ന കാട്ടുകൊമ്പനെ ഒടുവിൽ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലെത്തിച്ച് ചികിത്സകൾ നൽകുവാൻ ആരംഭിച്ചു. ഒരു മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ തിരുനെറ്റിയിലെന്നോ നെറുകന്തലയിലെന്നോ പറയാവുന്നതിന് സമാനമായി മസ്തകത്തിൽ കാണപ്പെട്ട വ്രണം നാൾക്കുനാൾ വലുതായി അതിൽ നിന്ന് പഴുപ്പും പുഴുക്കളും പുറത്തു ചാടുന്ന അവസ്ഥയിൽ അതിദയനീയമാം വിധം കാണപ്പെട്ട ആനയെ ഒടുവിൽ അധികാരികൾ ഏറ്റെടുത്ത് അഭയാരണ്യം ആനക്യാമ്പിലെത്തിച്ച് ചികിത്സ നൽകാൻ തുടങ്ങിയെന്ന വാർത്ത മനസ്സിൽ മനുഷ്യത്വം ഇത്തിരിയെങ്കിലും ബാക്കിയുള്ളവർക്കും പ്രകൃതിയെയും ആനകളെയും സ്നേഹിക്കുന്നവർക്കും ഇത്തിരിയൊന്നുമല്ല ആശ്വാസമാകുന്നത്. പക്ഷെ ആശ്വസിക്കുവാനും അല്പമെങ്കിലും സന്തോഷിക്കുവാനും ഇപ്പോഴത്തെ ഈ മിഷൻ കാരണമാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്നതാണ് പച്ചപരമാർത്ഥം. മുറിവിൻ്റെ വലിപ്പവും കടുപ്പവും അതങ്ങേയറ്റം ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന കാര്യം ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ ആശങ്കകൾക്കും കനം വയ്ക്കുന്നുണ്ട്. ആ ആനയെ നേരിട്ട് കാണുവാനും ആ ആനയുടെ വേദനയും ദൈന്യതയും അത് മനസ്സിലാക്കുവാനും കാണുവാനും അവസരം കിട്ടിയ ഒരാൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ ശ്രീകുമാർ അരുക്കുറ്റി. മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നീതി സാരങ്ങളായാലും നിയമസംഹിതകളായാലും അടിവരയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഒരു വാചകമുണ്ട്: ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകി നൽകുന്ന അല്ലെങ്കിൽ വൈകി മാത്രം ലഭ്യമാക്കുന്ന നീതി എന്നത് നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ്. അത് ഒരർത്ഥത്തിൽ ഈ ആനയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടോ സംഭവിക്കുമോ എന്നുള്ള കടുത്ത ആശങ്കയിലാണ് ഞങ്ങൾ. ആർക്കും കാണാൻ കഴിയുന്ന വിധമുള്ള ഒരു മുറിവുമായി ഒരു കാട്ടാന ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഇത്രയും ദിവസങ്ങളായി നിലകൊണ്ടിട്ടും മതിയായ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ആനയെ എത്തിക്കുന്നതിലും സമയബന്ധിതമായി ചികിത്സ നൽകുന്നതിലും ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസവും അവഗണനയും ഒട്ടും ചെറുതായി കാണാൻ കഴിയുന്ന ഒന്നല്ല. മുറിവ് പറ്റിയ ശേഷമാണ് ഈ ആന മറ്റേതോ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ വനാതിർത്തിയിൽപ്പെടുന്ന
മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ ആതിരപ്പള്ളി വാഴച്ചാൽ ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് എത്തിപ്പെടുന്നത് എന്ന വനം വകുപ്പിൻ്റെ വാദത്തിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്നത് സംശയകരമാണ്. കുറഞ്ഞപക്ഷം ഡിസംബർ അവസാനം മുതൽ ഈ ആനയെ ഇവിടെ കാണുന്നുണ്ടെന്നും ജനുവരി പകുതി മുതൽ എങ്കിലും ആനയുടെ മുഖത്തെ ചെറിയ മുറിവ് കാണുന്നുണ്ടായിരുന്നു എന്നും നാട്ടുകാരുടെ മൊഴികളും ചില വന്യജീവി ഫോട്ടോഗ്രാഫർമാർ എടുത്ത ചിത്രങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിൽ ഏറെ തൽപരനായ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ 2024 നവംബർ മാസം 13 പകർത്തിയ ഈ ഫോട്ടോയിൽ ആനയുടെ മുഖത്ത് മുറിവ് കാണുന്നുമില്ല. നമ്മുടെ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരും സ്വകാര്യ ഉടമകളുടെ കീഴിലുള്ളതുമായ നാട്ടാനകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നവരും ഏതെങ്കിലും ഒരു നാട്ടാനയുടെ ദേഹത്ത് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കോ മുറിവോ കണ്ടാൽ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ ഡൽഹിയിലേക്ക് വരെ പരാതി അയക്കുകയും ദശലക്ഷങ്ങൾ മുടക്കി കോടതി വ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്യാറുള്ള NGOകൾ. ഇത്രയും വലിയൊരു വ്രണവുമായി പാവം ഒരാന ഇഞ്ചിഞ്ചായി നരകിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായിട്ടും ആദ്യം ചെറുതായിരുന്ന മുറിവിൽ പഴുപ്പും അണുബാധയും വ്യാപിച്ച് മുറിവിൽ പുഴുവരിക്കുന്ന അവസ്ഥയിൽ ആ പാവം ജീവി വേദന സഹിക്കാനാകാതെ സദാസമയവും മുറിവിലേക്ക് ചളിയും മണ്ണും വാരി എറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ തേടി റോഡരികിൽ തന്നെ നിലയുറപ്പിച്ചിട്ടും റോബോട്ടിക് ആനകളെ ഇറക്കാൻ ലോകം മുഴുവൻ പിരിവ് നടത്തുന്ന അഭിനവ മൃഗസ്നേഹികൾക്ക് നൊന്തതുമില്ല പുള്ളിയുമില്ല എന്നതും വിചിത്രം തന്നെ. കാട്ടിലെ ആനകൾ എത്രയെത്ര ചത്ത് തുലഞ്ഞാലും എത്രയെണ്ണം അതീവ ദയനീയമായ അവസ്ഥകളിലൂടെ കടന്നുപോയാലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഉത്സവ എഴുന്നള്ളിപ്പുകളിലെ ആനകളുടെ നോവും പ്രശ്നങ്ങളും മാത്രമേ തങ്ങളെ ബാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന നിലപാടെടുക്കുന്ന NGOകളും ഭരണ സംവിധാനങ്ങളും ചില നേരങ്ങളിലെങ്കിലും സിലക്റ്റീവ് അംനീഷ്യയ്ക്ക് വഴിപ്പെട്ടു പോകുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഒരു കാട്ടാന, ആ കാട്ടാനയുടെ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്ന് സംശയം തോന്നി. ഒരുപക്ഷേ ആനകൾ തമ്മിൽ കുത്തുകൂടി സംഭവിച്ച മുറിവാവാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ആനയ്ക്കൊരു മുറിവ് സംഭവിച്ചു. മറ്റേതെങ്കിലും തരം എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ നമ്മൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കും തൊട്ട് തലേന്നാൾ കൂടി ഒരു ആദിവാസി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ തന്നെ ഏതാണ്ട് 4-5 മനുഷ്യരാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ ഉത്സവപ്പറമ്പുകളിൽ ആനയുമായി ബന്ധപ്പെട്ട മരണങ്ങളും കാര്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിലൂടെ ഒരുപാട് സങ്കീർണമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് മലയാളിക്ക് മുന്നിലുള്ളത്. ആനയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, ആനകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആനകൾ മൂലം സംജാതമാകുന്ന അപകടങ്ങൾ. രണ്ടാമത്തേത്, ആനകൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും മനുഷ്യർ നിമിത്തമാവാം, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ നിമിത്തമാവാം. ഇപ്പോൾ നമ്മളീ പറയുന്ന തലയ്ക്ക് മുറിവേറ്റ, നെറ്റിത്തടത്തിന് മുറിവേറ്റ ആ ആനയെ മയക്കുപിടി വെച്ച് പിടിക്കുന്നതിന് കൃത്യം 2 ദിവസം മുമ്പ് അതേ ഭാഗത്ത് തന്നെ ഇത്തിരി അകലെയായിട്ട് ഒരു ആനക്കുട്ടിയും കൊല്ലപ്പെട്ടെന്നോ അല്ലെങ്കിൽ ആനക്കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി. അതെങ്ങനെയാണ് ആ ആനക്കുട്ടി മരിച്ചത്, എന്താണ് ആനക്കുട്ടിക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ധാരണയില്ല, വിവരമില്ല. പുലിയുടെ ആക്രമണത്തിലാവാം എന്ന് പറയുന്നു. 2024 ഡിസംബർ മാസം മുതലാണ് ചാലക്കുടിക്കടുത്തുള്ള ഏഴാറ്റുമുഖം വാഴച്ചാൽ ഭാഗത്ത് ഈ ആനയെ കണ്ടു തുടങ്ങിയതെന്നാണ് പലരും പറയുന്നത്. നമുക്കറിയാം, ഏഴാറ്റുമുഖം ഭാഗത്ത് സ്ഥിരമായി കാണപ്പെടുന്ന കുറേ കൊമ്പന്മാരുണ്ട്. ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെ. ഇപ്പോൾ ഈ വാർത്തയിൽ നിറഞ്ഞൊരു കഥാപാത്രമാണ് ഏഴാറ്റുമുഖം ഗണപതി എന്നത്. എന്തെന്നാൽ മയക്കുവെടി വിദഗ്ധർ ആനയെ പിടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഏഴാറ്റുമുഖം ഗണപതി ചെന്ന് ഈ ആനയെ താങ്ങി നിർത്തുകയും അതിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിൽ വലിയ രീതിയിലൊരു വ്യാഖ്യാനമുണ്ടായി. എന്നാൽ അത് ഏഴാറ്റുമുഖം ഗണപതി അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നതല്ല, മറിച്ച് ഏഴാറ്റുമുഖം ഗണപതി ഈ പറയുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള ആനയെ തള്ളിമറിച്ച് വീഴ്ത്തുകയാണ് ചെയ്തതെന്നാണ് വനംവകുപ്പിൻ്റെ കാര്യഗൗരവത്തോടെ പറയാൻ കഴിയുന്ന ഡോക്ടർ അരുൺ സക്കറിയ
മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. എന്തു തന്നെയായാലും ഏഴാറ്റുമുഖം ഭാഗത്ത് സ്ഥിരമായി കാണപ്പെടുന്ന കുറേ കൊമ്പന്മാരുണ്ട്. അവിടെ ഈ എണ്ണപ്പനത്തോട്ടങ്ങൾ, ആ എണ്ണപ്പനകൾ തിന്നുവാനെത്തുന്ന കുറേ കൊമ്പന്മാർ എണ്ണപ്പനകൾ ചവിട്ടിമറിച്ച് അതിൽ നിന്ന് കൊമ്പുകൾ ആഴ്ത്തി ആ എണ്ണപ്പനയ്ക്കുള്ളിലെ നാര്, അതിൻ്റെ ഇലകളല്ല തിന്നുന്നത്, ആ നാരുകൾ തിന്നുന്ന കുറേ കൊമ്പനാനകൾ ഈ മേഖലയുണ്ട്. അവിടെ ഈ ഗണപതി അടക്കമുള്ള ഒരുപാട് ആനകൾ പലപ്പോഴും അവിടെ അതേ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക്, കാലടി ഭാഗത്തേക്കും മറ്റ് മലയാറ്റൂർ ഭാഗത്തേക്കുമെല്ലാം സഞ്ചരിക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ആനകളെ ഉണ്ട്. പക്ഷേ അതിൽപ്പെട്ട ഒരു ആനയായിരുന്നില്ല ഇത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം അവൻ്റെ ആ നെറ്റിയിൽ, അവൻ്റെ തലയിൽ കാണപ്പെട്ട ഒരു ചെറിയ മുറിവ് കാണപ്പെടുന്നു. ആ ചെറിയ മുറിവുമായി ആ കൊമ്പനാന അവിടെ നടക്കുന്നത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു. സ്വാഭാവികമായും വനംവകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെടണം. അങ്ങനെ ഈ മുറിവ് കുറച്ച് വലുതാകുന്നു. പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി, പലവരുടെയും ശുപാർശയുടെ ഫലമായി വനം വകുപ്പ് മുൻകൈയെടുത്ത് ഈ ആനയെ ട്രാങ്കുലൈസ് ചെയ്യുന്നു. മയക്ക് വെടിവെച്ച് ഇതിനെ പിടിക്കുന്നു, അതിനെ മയക്കി നിർത്തുന്നു. പക്ഷെ അന്ന് കുംകിയാനകളില്ല. അവർ ആന മയങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ വനം വകുപ്പിൻ്റെ ആളുകൾ ചെന്ന് ഈ ആനയുടെ ഈ മുറിവിൽ മരുന്ന് വച്ച് അതിനെ തിരിച്ച് കാട്ടിലേക്ക് സ്വതന്ത്രനാക്കുന്നു. പക്ഷേ ഇപ്പോൾ അന്ന് കണ്ട മുറിവ് ഇന്ന് കാണുമ്പോൾ അത് അതീവ ഗുരുതരമാണ്. കാണുന്ന സന്ദർഭത്തിൽ അന്നൊരു ചെറിയ മുറിപ്പാടായിരുന്നെങ്കിൽ ആ മുറിവിലൂടെ പഴുപ്പ് നിറഞ്ഞ് പുഴുക്കൾ വമിക്കുന്ന രീതിയിൽ പല ഭാഗത്തു നിന്നുള്ള ആശങ്കകൾ പങ്കുവയ്ക്കപ്പെട്ടപ്പോഴാണ് വനം വകുപ്പ് ഇങ്ങനെ ഈ ആനയെ പിടിക്കുവാനും അതിനാവശ്യമായ ചികിത്സ നൽകുവാനും ആദ്യം തയ്യാറായത്. പക്ഷേ ഇപ്പോൾ മയക്കുവെടി വെച്ച് ആനയെ പിടിച്ചുകൊണ്ടുപോയി അഭയാരണ്യത്തിലേക്ക് എത്തിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ ആ ഭാഗത്തെത്തിയപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു കേട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇന്ന് ആനകളെ അറിയാവുന്നവർക്ക്, ആനകളുമായി ബന്ധപ്പെട്ടുന്ന ധാരാളം പേരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു മുറവിളിയുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ആക്ഷേപമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആനയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആനയുമായി ബന്ധപ്പെട്ട വനംവകുപ്പിൻ്റെയും മറ്റ് അധികാരികളുടെയും ലക്ഷ്യം അതായിരുന്നുവെങ്കിൽ, ആദ്യം മയക്കുവെടി വെച്ച് പിടിച്ച സന്ദർഭത്തിൽ തന്നെ ഈ ആനയെ ആനക്കൂട്ടിലേക്ക് മാറ്റി ആവശ്യമായ വിദഗ്ധ ചികിത്സ തുടർച്ചയായി നൽകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ പിടിച്ചില്ല. മറിച്ച് മരുന്ന് വെച്ച് അതിനെ വീണ്ടും കാട്ടിലേക്ക് വിടുകയായിരുന്നു. ഒരു ചെറിയ നാണയവട്ടത്തിലുണ്ടായിരുന്ന ഒരു മുറിവ് വലുതായി ഏതാണ്ട് 1-2 ആഴ്ചകൾ കൊണ്ട് വലിയ ഒരു മനുഷ്യൻ്റെ കൈ തന്നെ കയറിപ്പോകുന്ന വിധത്തിൽ ഒരു ആനയുടെ ശിരസിൽ വലിയൊരു മുറിവ് രൂപപ്പെട്ടിട്ടും ഇത്രയും നാൾ ഞാനും നിങ്ങളും ഉൾപ്പെട്ട നമ്മുടെ സമൂഹം, ഏറ്റവും പ്രബുദ്ധർ എന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്ന മലയാളി സമൂഹം എന്തുകൊണ്ട് ഇത്രയും ദിവസം കാത്തിരുന്നു അതിനെ സംരക്ഷിക്കുവാൻ, അതിന് മതിയായ പരിചരണം നൽകുവാൻ നമ്മൾ ഇത്ര കാലവിളംബം വരുത്തിയത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. സ്വകാര്യ ആനകൾ നേരിടേണ്ടി വരുന്ന അപകടങ്ങൾക്കും പ്രതിസന്ധികൾക്കും ആന ഉടമകളും ആനപ്പാപ്പാന്മാരും ഉത്തരവാദികളാണെങ്കിൽ, വനം വന്യജീവി വകുപ്പിന് കീഴിൽ വരുന്ന കാട്ടാനകളുടെ പ്രശ്നങ്ങൾക്കും സത്വരവും സമയബന്ധിതവുമായ പരിഹാരങ്ങൾ ഉണ്ടാകണം. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആന ചികിത്സയിലും ആനകളെ മയക്കുവെടി വയ്ക്കുന്നതിലുമെല്ലാം ഉന്നതമായ നിലവാരവും പ്രവൃത്തി പരിചയവുമുള്ളവരാണ് കേരളത്തിലെ ഗജപരിപാലന രംഗം. ജേക്കബ് ചീരൻ, രാധാകൃഷ്ണ കൈമൾ, KC പണിക്കർ എന്ന ത്രിമൂർത്തികൾ ഇന്ത്യയിലെ ആന ചികിത്സാ രംഗത്തെ മാർഗദീപങ്ങളും പ്രഗത്ഭമതികളുമായിരുന്നു. അവരുടെ പാത പിന്തുടർന്ന് ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും അതാത് മേഖലയിലെ അദ്വിതീയർ തന്നെയാണ്. പക്ഷേ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവർക്ക് മുന്നിൽ എണ്ണമറ്റ പരിമിതികളും പരാധീനതകളും ഉണ്ടാകാം. പക്ഷേ ആനയുമായി ബന്ധപ്പെട്ട എന്തിനും ഏതിനും നിയമ നടപടികളും പോലീസ് കേസുകളും നേരിടേണ്ടി വരുന്ന കാലത്ത് ഉത്തരവാദിത്വങ്ങളുടെ ഭാരം അവനവൻ്റെ തലയിൽ നിന്ന് മാറിക്കിട്ടാനും മാറിപ്പോകാനുമാകും ഓരോരുത്തരും താൽപ്പര്യപ്പെടുക. ദിനംപ്രതി എന്നോണം ആനകളും മനുഷ്യരുമായുള്ള സംഘർഷം പതിവാകുന്ന കാലത്ത് കാട്ടിൽ ആനകൾ പെരുകുകയും കാട്ടിൽ ആവശ്യത്തിന് തീറ്റയും വെള്ളവും കിട്ടാതാവുകയും ചെയ്യുമ്പോൾ കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി ഇറങ്ങി വരും. കാട്ടാനകളും മനുഷ്യരുമായുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണവും ആനകളുടെ എണ്ണവും ഇനി അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ആനകൾ തമ്മിലുള്ള സംഘർഷത്തിലായാലും ആനയും മനുഷ്യരുമായുള്ള സംഘർഷങ്ങളിലായാലും കുഴപ്പത്തിലാകുന്ന ആനകളെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം. അങ്ങേയറ്റം ദരിദ്ര രാഷ്ട്രങ്ങളെന്ന് പറയുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പോലും പരുക്കുപറ്റിയ ആനകളെ ഹെലികോപ്റ്ററുകൾ വഴി ലിഫ്റ്റ് ചെയ്ത് ചികിത്സ നൽകുന്ന രീതികൾ വരെ നടപ്പിലാക്കപ്പെടുമ്പോൾ
ആന ചികിത്സയിലും ഗജപരിപാലനത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഇവിടെയും ഉണ്ടാവണം. മയക്കുവെടി വെച്ച് പിടിക്കുന്ന കാട്ടാനയെ പാർപ്പിക്കുന്നതിനാവശ്യമായ ആനക്കൂട് നിലവിൽ കാര്യക്ഷമമല്ലാത്തതിനാൽ പുതിയ കൂട് പണിയുന്നതിനുള്ള കാലതാമസമാണ് ഈ ആനയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി മയക്കുവെടി വെച്ച ആദ്യ അവസരത്തിൽ തന്നെ ആനയെ ഏറ്റെടുത്ത് ആനക്കൂട്ടിലേക്ക് എത്തിച്ച് കൃത്യമായ തുടർ ചികിത്സകൾ നൽകിയിരുന്നെങ്കിൽ ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് ആന എത്തിപ്പെടുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏഴാറ്റുമുഖത്തും പരിസരങ്ങളിലും ജീവിക്കുന്ന മഹാഭൂരിപക്ഷവും. ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ച് അഭയാരണ്യത്തിലേക്ക് എത്തിക്കുന്നതിന് 2 നാൾ മുമ്പ് ഞങ്ങൾ ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏഴാറ്റുമുഖം പാലത്തിന് തൊട്ടടുത്തുള്ള ചെറിയ ചായക്കടയിൽ പുലർച്ചെ തന്നെ എത്തിച്ചേർന്നിരുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. വാഴച്ചാലിന് സമീപമുള്ള ഏഴാറ്റുമുഖത്തേക്ക് കുങ്കി ആനകളെ പാലക്കാട്, മുത്തങ്ങ തുടങ്ങിയ ആന ക്യാമ്പുകളിൽ നിന്നാണ് എത്തിച്ചത്. കുങ്കി ആനയുടെ സഞ്ചാരത്തിനായി തിരുവനന്തപുരത്തു നിന്നും കൊണ്ടുവന്ന ലോറി തിരിച്ച് മുത്തങ്ങയിൽ എത്തിയാണ് അടുത്ത ആനയെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴും കൂടുപണിയാനെടുത്ത കാലതാമസം പരിഗണിക്കുമ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്നതിൽ നമ്മുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കോടനാടായാലും മുത്തങ്ങയിലായാലും കോന്നിയിലായാലും വിതുരയിലായാലും കൂടുതൽ കൂടുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പ്രശ്നക്കാരെയും അപകടാവസ്ഥയിലായവരെയും കാട്ടിൽ നിന്ന് കൂട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമുള്ള താപ്പാനകൾ എന്ന കുങ്കി ആനകളും നമുക്കുണ്ടാകണം. അതിനൊപ്പം ഒരു ആനയ്ക്ക് പറ്റുന്ന പരിക്കിന് അല്ലെങ്കിൽ ഒരു ആന നിമിത്തമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആനയുടെ ഉടമയും അതിൻ്റെ പാപ്പാനും ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണോ, അവർ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത് എങ്ങനെയാണോ, അവർ കോടതി വ്യവഹാരങ്ങളിലൂടെയും പോലീസിൻ്റെ എല്ലാം ചോദ്യം ചെയ്യലിലൂടെയും കടന്നു പോകേണ്ടി വരുന്നത് എങ്ങനെയാണോ, അതുപോലെ തന്നെയാവണ്ടേ ഒരു കാട്ടാനയ്ക്ക് സംഭവിക്കുന്ന കാര്യത്തിലും അതിനെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടല്ലോ അവരുടെ ചുമതലകൾ. ഇതിപ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ചാനലുകൾ അത് ഏറ്റെടുത്തതുകൊണ്ട് അത് വാർത്തയാക്കിയതുകൊണ്ട് രണ്ടാമത് അതിനെ പിടിച്ച് കൂട്ടിലടച്ച് ചികിത്സിക്കാനൊരു ശ്രമം നടത്തി. പാദസാം നിജം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തടോ, അതായത് ഒഴുകിപ്പോകുവാനുള്ള വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി കഴിഞ്ഞിട്ട് അണ കെട്ടിയിട്ട് എന്ത് ഫലം എന്നാണ് ആ കവിതാശകലത്തിൻ്റെ അന്തസത്ത. ഇപ്പോൾ ആനയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒഴുകിപ്പോകുമോ എന്നൊരു ഭയം ആനയുമായി ബന്ധപ്പെട്ട ആനക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു തീക്കൊള്ളി പോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആവശ്യമായ കുംകി ആനകൾ നമുക്കില്ല. എന്തുകൊണ്ടാണ് നമുക്ക് കുംകി ആനകൾ ഇല്ലാതെ വരുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. കോടനാട് ആനക്യാമ്പുണ്ട്, കോന്നി ആനക്യാമ്പുണ്ട്, വിതുരയിലുണ്ട്, വയനാട് മുത്തങ്ങയിലുണ്ട്, പാലക്കാടുണ്ട്, പല മേഖലകളിലും ആന ക്യാമ്പുകളുണ്ട്. പക്ഷേ ആനകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്രൈസിസ് സംജാതമാകുന്ന സാഹചര്യത്തിൽ അവിടേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ആവശ്യമായ സേവനം പൊതുജനത്തിനായാലും പരിക്കേൽക്കുന്ന ആനയ്ക്കായാലും നൽകുന്നതിന് എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു, എന്തുകൊണ്ട് സമർത്ഥരായ കുംകി ആനകൾ നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ആനയെ പിടിക്കുവാനായി എത്തിയ 3 കുംകി ആനകൾ, കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, വിക്രം, ഈ 3 ആനകൾ അവരാണ് കുംകി ആനകളായി എത്തിയത്. നമുക്കറിയാം ഇതിൽ പലതും എനിക്ക് തോന്നുന്നു കോന്നി സുരേന്ദ്രൻ മാത്രമായിരിക്കും അതിൽ ഒരുപക്ഷെ കുട്ടിയാനയായി വളർന്നു വന്ന് നല്ലൊരു കുംകി ആനയായി മാറിയത്. മറ്റെല്ലാം ഇതേപോലെ പ്രശ്നക്കാരാകുന്ന ആനകളെ സർക്കാർ പിടിച്ച് അതിനെ ആവശ്യമായ പരിശീലനം നൽകി അതിനെ കുംകി ആനകളായി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കുംകി ആനകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നക്കാരായ ആനകളെ പിടിച്ച് മെരുക്കി അവരെ മറ്റു രീതിയിൽ അവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ നമ്മുടെ വനം വകുപ്പ് അധികൃതരും മന്ത്രിയും അല്ല സംവിധാനങ്ങളുമെല്ലാം ഒരല്പം മടിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലെ നമ്മൾ ഉത്തരം നയിക്കുന്നത് ഇവിടെ ഈ ആനലോകത്ത് ഇന്ന് നിലവിലുണ്ട് എന്ന് സംശയിക്കേണ്ട, അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തോന്നുന്ന ഒരു ദൂഷിത വലയത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞു വരുമ്പോൾ. കേരളത്തിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്സവ എഴുന്നള്ളിപ്പുകളിലെ ആനകളുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചില NGOകളുണ്ട്. ജീവനുള്ള ആനകൾക്ക് പകരം റോബോട്ടിക് ആനകളെ ക്ഷേത്രോത്സവങ്ങൾക്ക് മതിയല്ല, ആനകൾ തന്നെ ആവശ്യമില്ല എന്ന നിലപാടെടുക്കുന്ന വിവിധ സംഘടനകൾ അവരെല്ലാം ഇപ്പോൾ ഒരു കോർഡിനേഷനായിട്ട് പ്രവർത്തിക്കുകയാണ്. ഓരോ റോബോട്ടിക് ആനയെയും രംഗത്തിറക്കുമ്പോൾ
കേരളത്തിലെ ആനകൾ വലിയ രീതിയിലുള്ള ദ്രോഹമാണ് മനുഷ്യരിൽ നിന്ന് അനുഭവിക്കുന്നത്. ഓരോ നിമിഷവും ആനകൾ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന രീതിയിൽ ലോകം മുഴുവൻ വ്യാപകമായി പ്രചരണം അഴിച്ചുവിട്ട് വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തുന്ന പല NGOകൾ, ഈ NGOകളുടെ സ്വാധീനം ഒരു പരിധിവരെ ഇന്ന് വനം വകുപ്പിലേക്കും നമ്മുടെ നിയമ സംവിധാനങ്ങളിലേക്കും വരെ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഒരാനയെ പിടികൂടുന്നത് ആ ആനയുടെ ജീവനും ജനസമൂഹത്തിൻ്റെ ജീവനും സ്വത്തിനുമെല്ലാം അത്യന്താപേക്ഷിതമാകുന്ന സന്ദർഭങ്ങളിൽ കൂടി അതിൻ്റെ ആ ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അവർ മടിക്കുന്നൊരു സാഹചര്യമാണെന്നല്ലോ. കാരണം എന്ത് ചെയ്താലും ഇവർക്കെതിരെ കേസാണ്. ഒരു പ്രൈവറ്റ് ആനയ്ക്കോ എന്തെങ്കിലും ഒരു ആനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടന്നാൽ പോലും അതിന് വിളിച്ചു വരുത്തുന്ന ഉത്സവ കമ്മിറ്റികൾ, ആനക്കാർ, ആന ഉടമസ്ഥർ ഇവരെല്ലാം വലിയ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുന്നൊരു സാഹചര്യമാണെന്നുള്ളത്. എവിടെ നിന്നാണ് ഇവർക്ക് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ വരെ ഈ സംഘടനകൾ വലിയ രീതിയിൽ പണം സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ടാണ് ആന എഴുന്നള്ളിപ്പിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നയിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്, നമുക്ക് സംശയം തോന്നിപ്പോകുന്നൊരു കാര്യമുണ്ട്. കാട്ടിൽ ആനകൾ പെരുകുകയും ഒരുപാട് ആനകൾ പ്രശ്നക്കാരായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആനകളെ നിയന്ത്രിക്കുവാൻ എന്താണെന്ന് നമുക്ക് മുന്നിലുള്ള മറ്റു പോംവഴി? അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ആനകളെ പിടിച്ച് മെരുക്കി അവരെ മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരുടെ ജീവൻ നിലനിൽക്കുകയും അങ്ങനെയുള്ള ആനകളെ കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന ശല്യം കഴിയുന്നത്ര ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപക്ഷെ നമ്മുടെ പൂർവികരെല്ലാം ഇങ്ങനെ ഒരു ആനപിടുത്തം ഒരു രീതി ഇവിടെ അനുവർത്തിച്ചു വന്നു. ഈ ഒരു ആന ഇത്രമേൽ ദയനീയമായ അവസ്ഥയിൽ ഈ കാട്ടിൽ ഈ മനുഷ്യരുടെ എല്ലാം കാഴ്ചയിൽ നിന്നിട്ടും മിണ്ടിയാൽ ആനകൾക്ക് വേണ്ടി കേസും പരാതികളും കോടതിയുമൊക്കെയായി കയറിയിറങ്ങുന്ന NGOകളിൽ ഒന്നിനെ പോലും ഈ ഒരു കാര്യത്തിൽ എവിടെയും കണ്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ആനയോടാണ് ഇവർക്ക് സ്നേഹമെങ്കിൽ, മൃഗങ്ങളോടാണ് ഇവരുടെ സ്നേഹമെങ്കിൽ എന്തുകൊണ്ട് ഈ പാവം കാട്ടാന ഇത്രയും ദിവസം അങ്ങേയറ്റ അതിദയനീയമാം വിധം ഈ മനുഷ്യരുടെ ദയാവായ്പകൾ യാചിച്ചുകൊണ്ട് അതിൻ്റെ ആത്മാവിൻ്റെ ഓരോ അണുവിലേക്കും അരിച്ചിറങ്ങുന്ന വേദന സഹിച്ചുകൊണ്ട് ആ ആന അവിടെ നിന്നിട്ടും ഇവരിൽ എത്ര പേർ ഇതിനെതിരെ പ്രതികരിക്കുവാൻ, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുവാൻ പോലും ഇവർ തയ്യാറായില്ല എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഘടനകളുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കാൻ നിർബന്ധിതരാകുന്നത്. ഇങ്ങനെയുള്ള സംഘടനകളുടെ കേസിനെയും പ്രശ്നങ്ങളെയും പേടിച്ചുകൊണ്ടാണ് ഒരർത്ഥത്തിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാൻ മടിക്കുന്നത്. ആന സ്വാഭാവികമായി അത് ചരിയുന്നെങ്കിൽ ചരിയട്ടെ, തങ്ങളിതിനെ പിടിച്ചെടുത്തു കഴിഞ്ഞ് തങ്ങളതിനെ മയക്കിടി വെച്ച് കൊണ്ടുവന്ന ശേഷം ആനയ്ക്ക് എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചാൽ ഇവരെ പോലുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരാവുന്ന കേസുകൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം എന്തിനെ ശിരസിൽ വലിച്ചു വയ്ക്കണമെന്ന ഭയവും ആശങ്കയും ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹത്തെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ പിന്നോട്ടടിപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണെന്ന് ന്യായമായും സംശയിക്കുകയാണ്. ഇപ്പോഴെങ്കിലും വനം വകുപ്പും ബന്ധപ്പെട്ട അധികൃതരും ആനയെ പിടികൂടി ചികിത്സ നൽകാൻ തയ്യാറായതിനെ വില കുറച്ച് കണ്ടുകൊണ്ടല്ല ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ചികിത്സ നൽകി തുടങ്ങിയ ആന രക്ഷപ്പെടാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെടട്ടെ, അവരുടെ പ്രയത്നവും ശ്രമങ്ങളുമെല്ലാം ശുഭകരമായി കലാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സകൾക്കൊപ്പം നമ്മുടെ എല്ലാം പ്രാർത്ഥനകളും ഉണ്ടാകണം. പാവം കാട്ടാനയുടെ ജീവനു വേണ്ടി ഈ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള മനുഷ്യർ നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിന് ഉണ്ടാവണം. മുറിവിൻ്റെ ആഴവും കാഠിന്യവും അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെങ്കിലും ഈ കാട്ടുകൊമ്പൻ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കാം.